ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പട്ടത്തി മാന്തൾ എന്നാണ് ഇവിടെ പറയാറ്. പട്ടത്തി മാന്തൾ അതായത് മാന്തൾ സാധാ മാന്തളല്ല, കുറച്ച് വലിയ മാന്തളാണ്. അതിനാണ് പട്ടത്തി മാന്തൾ എന്ന് പറയുന്നത്. പട്ടത്തി മാന്തൾ കൊണ്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അത് വലിയ മാന്തളാണ്, നല്ല വലിപ്പമുള്ള മാന്തളിനെയാണ് പട്ടത്തി മാന്തൾ എന്ന് പറയാറുള്ളത്. അതുകൊണ്ടുള്ള വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ പട്ടത്തി മാന്തൾ ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മൾ ഒരു ഭാഗം കറുത്ത ഭാഗം തോല് കളഞ്ഞിട്ടും മറ്റേ വെളുത്ത ഭാഗം ചെതമ്പൽ കളഞ്ഞിട്ടുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ 4 എണ്ണമാണ് നമ്മൾ ഉള്ളത്. അതിൻ്റെ 4 നല്ല ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിവിടെ വയ്ക്കാം. ഇനി പിന്നെ വേണ്ടത് ഇതിൽ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചരുകിയതാണ്. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള ചെറുള്ളി, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി, പിന്നെ നമ്മൾ മഞ്ഞളിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള 2 പച്ചമുളക്, പിന്നെ വേപ്പില, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. നമുക്ക് പാചകം തുടങ്ങാം. അതിനായി നമ്മൾ ഒരു പാത്രം എടുത്ത് വയ്ക്കുന്നു, എന്നിട്ട് ഇവിടെ വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ 1/4 ലിറ്റർ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. നേരത്തെ കാണിച്ച തേങ്ങ മിക്സാക്കിയ പാലാണ്. 1/4 ലിറ്റർ പുളിവെള്ളം ഒഴിക്കുന്നു. പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നു. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ നമ്മൾ ഉപ്പ് ഇടുന്നു. ഇത് നമ്മൾ കലക്കുന്നു. അങ്ങനെ കൈയായിട്ട് കലക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ ഇതെല്ലാം കറക്റ്റ് മിക്സാവും. കയ്യിലായിട്ട് കലക്കുമ്പോൾ മിക്സാവില്ല. നമുക്ക് ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും നോക്കും ചെയ്യാം. അപ്പോൾ അതെല്ലാം മിക്സായിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തിന് എളുപ്പമാവും. ചണ്ടി കരൾ മാസം കൂടുതൽ ദഹനത്തിനൊക്കെ എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ടാണ് ചണ്ടി മാറ്റിയ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. സൂപ്പറാണ്, രുചിയൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ മഞ്ഞളിലിട്ട് വെച്ച 1/2 മണിക്കൂർ മഞ്ഞളിട്ട് വെച്ചിരുന്ന പച്ചമുളക് 2 ഇട്ട് കൊടുക്കുകയാണ്, പകുതി വീതം. പിന്നെ വേപ്പില മഞ്ഞളിട്ട് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കും. നമുക്ക് മിക്സാക്കാം. നമ്മൾ ഈ പാത്രം അടുപ്പ് കത്തിക്കുന്നു, കൂട്ടി വയ്ക്കുന്നു. നമ്മൾ പായി മൂടിയിട്ട് അടച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമുക്ക് നോക്കാം, തിള വരട്ടെ. അപ്പോൾ നമ്മൾ സ്റ്റൗ കൂട്ടി വെച്ച 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തിളച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ പട്ടത്തി മാന്തൾ അധികം വേവില്ലാത്ത മീനായതുകൊണ്ട് ഒരു 1/2 ലിറ്റർ വെള്ളമൊക്കെ തേങ്ങാപ്പാൽ പുളിയും കൂടി ഉണ്ടാവുള്ളൂ. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വെച്ച മീനാണ്, അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മീനിൽ വെള്ളം ഉണ്ടാവും.
നമുക്ക് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നു. നമുക്കിതിൽ നോക്കാം. ഇത് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു. അത് ഒരു പകുതി നമുക്ക് ഇതിലിങ്ങനെ ഇട്ടു കൊടുക്കാം. കറി ചെറുള്ളി എന്നിട്ട് നമുക്ക് വീണ്ടും മീനുള്ളിയൊക്കെ വേകട്ടെ, എല്ലാതും സെറ്റാവട്ടെ. അടച്ചയ്ക്കാം. 5 മിനിറ്റ് ഉള്ളിൽ അടച്ചയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് തളാവുന്നത് തൊട്ട് 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് രുചി നോക്കാം. സൂപ്പറാണ്. എരിവ് ഉപ്പ് പുളിയൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഒരു ചട്ടി വയ്ക്കുന്നു. ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനൊരു പാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂട്ടി വയ്ക്കാം. നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നല്ല മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ചുവപ്പായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ രുചി നോക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. ഇതുപോലെ പട്ടത്തിമാന്തൽ കറി വെച്ച് നോക്കുക എല്ലാവരും. വളരെ രുചികരമായ ടേസ്റ്റുള്ള ഒരു വിഭവമാണ്, കറിയാണ് പട്ടത്തിമാന്തൽ കറി. അപ്പോൾ നമുക്ക് ഈ കറി ഇവിടെ അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചോറിലേക്ക് ചപ്പാത്തിയിലേക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാറ്റിനും പറ്റിയൊരു വിഭവമാണ്. സൂപ്പറാണ് സംഭവം. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കറി പലഹാരം ചപ്പാത്തി പുട്ട് അതിലേക്ക് ഉണ്ടാക്കാം, ചോറിലേക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളതാണ്. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം. നമുക്ക് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ടാറ്റ ബൈ ബൈ.